ചരുളുക കൃപ നിൻ പെസഹായ സ്തുതിയും മാനം താതേനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിനും ഞങ്ങളിലും മേലുള്ളൂറുശലേം വാതി ഉള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാ സ്തോത്രം താവേ സ്തോത്രം Paragimo
ഇന്ന് പഴമയുന്ന പുതുമയിലും മണ്ണും
ശിഷ്യന്മാരായ
Yeah.
പ്രാപിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് അതുവരെ പരിശുദ്ധാത്മാവായി നൽകപ്പെട്ടിരുന്നില്ല. ജനസംഘത്തിൽ അവന്റെ വചനം കേട്ട പലരും ഇവൻ സത്യമായി പ്രവാചകൻ തന്നെ എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇവൻ മെസ്സിഹയാകുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലർ ഗലീലയിൽ നിന്ന് മെസ്സിഹ വരുമോ, ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് തന്നെ മെസ്സിഹ വരുമെന്നല്ലോ തിരുവെഴുത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മൂലം പുരുഷാരത്തിൽ ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഒരുവനും അവനിൽ കൈവച്ചില്ല. അങ്ങനെ പടയാളികളിൽ പ്രധാനാചാര്യന്മാരുടെയും പരീക്ഷന്മാരുടെയും അടുക്കൽ നിന്ന് അപ്പോൾ ആചാര്യന്മാരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാറുണ്ട് ചോദിച്ചു. പടയാളികൾ അവരോട് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു കാലത്തും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പരീക്ഷന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ, പ്രമാണം പറഞ്ഞുകൂടാത്തായി ശ്രമിക്കപ്പെട്ട ജനമല്ലാതെ പ്രധാനികളിലോ പരീക്ഷന്മാരിലോ ആരെങ്കിലും അവൻ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു അവരുടെ ജീവിതമായ നിക്കോദീമോസ് അവരോട് ആദ്യമേ പറയാനുള്ളത് കേൾക്കാതെ അവൻ ചെയ്തതെന്ന് അറിയാതെയും ഒരുവനെ നമ്മുടെ രാജ്യമാണ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോട് നീ ഗലീലക്കാരനാണോ, ഗലീലയിൽ നിന്ന് ഒരു ദീർഘദർശി ഉണ്ടാകുന്നില്ലെന്നതായി നീ പരിശോധിക്കറിയുക എന്ന് പറഞ്ഞു. അനന്തരം യേശു അവരോട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, പിന്നെയോ അവന് ജീവന്റെ പ്രകാശം കണ്ടുകിട്ടുമെന്ന് പറഞ്ഞു. പരീക്ഷന്മാർ അവനോട് നിന്നെക്കുറിച്ച് നീ എന്നെ സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകിയാൽ എന്റെ സാക്ഷ്യം സത്യമാകുന്നു എന്നാൽ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും എനിക്കറിയാം. എന്നാൽ നിങ്ങളോ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും അറിയുന്നില്ല. നിങ്ങൾ ശാരീരികമായി വിധിക്കുന്നു, ഞാൻ ഒരുവനെയും വിധിക്കുന്നില്ല. എന്നാൽ ഞാൻ വിധിച്ചാൽ തന്നെ എന്റെ വിധി സത്യമായിരിക്കും. എന്തെന്നാൽ ഞാൻ ഏകനായിട്ടല്ല, ഞാനും കൂടിയാണ് വിധിക്കുന്നത്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാകുമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവ് സാക്ഷ്യം നൽകുന്നു. നിന്റെ പിതാവ് എവിടെയാകുമെന്ന് ചോദിച്ചതിന് യേശു ഉത്തരമായി, നിങ്ങൾ എന്നെയോ എന്റെ പിതാവിനെയോ അറിയുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു പറഞ്ഞു. അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഭണ്ഡാരസ്ഥലത്ത് വെച്ചാണ് ഈ വചനങ്ങൾ സംസാരിച്ചപ്പോൾ അവന്റെ സമയമായിട്ടില്ല എന്നതുകൊണ്ട് അവൻ മോനെ പിടിച്ചില്ല. Yes.
യേശു ആശ്രയിക്കുന്നവരുടെ അപ്രകാരം അവയ്ക്ക്
മോചനം ഞങ്ങൾക്കും നൽകണമേ. നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങളെ നീ ക്രമീകരിക്കണമേ. ഈ ദിവസത്തെ ഈ കഴിവിൽ ഞങ്ങൾക്ക് ദേവാത്മ്യമുള്ള സകല മാലിന്യത്തിൽ നിന്നുമുള്ള ശുദ്ധീകരണമായി തീരണമേ. എല്ലാ ദുഃഖത്തെയും കോപത്തെയും ദൂഷണത്തെയും മേഷണയെയും വെറുപ്പിനെയും അസൂയയെയും ഭിന്നതകളെയും ദുഷ്കൃത്യങ്ങളെയും ഞങ്ങൾ നിന്ന് അകറ്റിക്കളയണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ പുതുതാക്കി ജീവനും വിശുദ്ധിയുമുള്ള നിന്റെ റൂഹായ ശുദ്ധീകരിക്കണമേ. പലവന്മാരും അവർക്ക് താഴെയുള്ളവർ വലിയവരും ചെറിയവരുമായി ദാസരായ ആത്മീയമായും സ്നേഹപരമായും പരസ്പരം സഹിച്ചും സ്തുതിക്കപ്പെട്ടു. പലതരം സ്തുത്യ പ്രയത്നങ്ങളെ പരസ്പരം വിഭജിച്ചു. ഞങ്ങളുടെ അവയവങ്ങൾ പോലെ തമ്മിൽ തമ്മിൽ ആലിംഗനം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. Vata
Amen.
Amen.
കർത്താവേ